അവളെ കല്യാണം എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ട്, ഒരു തരം എന്താ അറിയില്ല സങ്കടം ഉണ്ടോ ചോദിച്ചാൽ എന്താ ഫീൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഈ ഡെസ്റ്റിനേഷൻ വെഡിങ് ആരും അറിഞ്ഞ മുമ്പേ ഞാൻ അറിഞ്ഞില്ല. അഞ്ജു വിഷ്ണു അറിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ ഞാൻ അറിഞ്ഞത്. വിഷ്ണു അഞ്ജുനോട് സംസാരിക്കുന്ന എൻ്റെ റൂമിൽ നിന്ന് സംസാരിക്കും. അപ്പം ഞാൻ മാത്രമേ അറിഞ്ഞു ആ സീക്രറ്റ്. ഒരു 2 വർഷം മുമ്പേ ഇവർ പ്ലാൻ ചെയ്ത് ഞാൻ സീക്രറ്റായിട്ട് എൻ്റെ ബെഡിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഏട്ടന് വേണ്ടി പെണ്ണ് കാണാൻ വന്ന് അവസാനം അനിയത്തിനെ കല്യാണം കഴിച്ചിട്ട് പോവാന്നുള്ളൊരു സിറ്റുവേഷൻ മാതിരി ആയി ലാസ്റ്റ്. നിങ്ങളില് ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഞാൻ ഫസ്റ്റ് കണ്ടുമുട്ടിയത് ചേച്ചീനെ പെണ്ണാണാൻ വന്ന സമയത്താണ്. ഇപ്പോൾ വിഷ്ണു ആക്ച്വലി എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണ്. ഏട്ടൻ നാട്ടിലുണ്ടായിട്ടില്ല, ഏട്ടൻ കാനഡയിലായിരുന്നു. സോ വിവേകിനി ഞാൻ എന്താണ് എങ്ങനെയാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു എൻ്റെ വീട്ടിലേക്ക് വന്നത്. ആ സമയം വി ആർ നോട്ട് ലൈക്ക് കണ്ടു പോയി, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടപ്പം ക്രഷൊക്കെ തോന്നി. പക്ഷേ വേറൊരാളുടെ പെണ്ണുകാണൽ ചടങ്ങിലല്ലേ വന്നത്. ഏട്ടൻ്റെ പെണ്ണുകാണൽ ചടങ്ങിന് ഞാൻ പെണ്ണിൻ്റെ അനിയത്തിനോട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അവളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോർമലായി ഫ്രണ്ട്സായി ചാറ്റ് ചെയ്യും. എല്ലാവരും കസിൻസിനോടൊക്കെ എല്ലാവരോടും സംസാരിക്കുന്ന പോലെ ഞാൻ വിഷ്ണുവിനോടും ലൈക്ക് അങ്ങനെ സംസാരിക്കും. പിന്നെ ഞാൻ കാനഡയ്ക്ക് PG ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ കണ്ട് സംസാരിച്ചതൊക്കെ കാനഡയിൽ നിന്നാണ് മൊത്തത്തിൽ കമ്പനി ആവുന്നതും ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നത്. ആ ഫ്രണ്ട്ഷിപ്പ് ഗ്രാജുവലി ഇഷ്ടം വിഷ്ണു പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചു. വീട്ടായിരിക്കും ലൈക്ക് ഡബിൾ ഓക്കെ, അങ്ങനെ ഇത് മുന്നോട്ട് പോയി. ഞാൻ പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. ഇത് യെസ് പറയും എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്തത് തന്നെ. ഒരു ദിവസം വിഷ്ണു ഉണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നു, ചേച്ചി എന്നാ പിന്നെ ഞാൻ ഇന്ന് അഞ്ജുനൊന്ന് പ്രപ്പോസ് ചെയ്യുവാണെങ്കിൽ വാട്ട് ഡു യു തിങ്ക്? അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ തിങ്ക് ചെയ്യേണ്ടത്, ഒബ്വിയസ്ലി അത് അവളല്ലേ തിങ്ക് ചെയ്തു എന്നോട് ഒരു ഉത്തരം പറയേണ്ടത്. ഞാനും ചേച്ചിയായിട്ട് ഇങ്ങനെ ഡിസ്കസ് ഇവൻ എന്താ വന്ന് പറയാത്തേ, ഇത് കുറച്ച് ദിവസമായല്ലോ നമുക്ക് തോന്നുന്നു, എന്താ പറയാത്തേന്ന്. അവൻ എൻ്റെ അടുത്ത് വന്ന് പറയും മുമ്പ് ചേട്ടൻ്റെ അടുത്തായിരുന്നു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. പിന്നെ പ്രസൻറ്റ് ചെയ്തപ്പം അവളുടെ അടുത്ത് നിന്നുണ്ടായ റിയാക്ഷൻ എൻ്റെ വീട്ടിൽ നിന്ന് നല്ല ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ഹാപ്പി ആയിരുന്നു. കാരണം അവളെ നന്നായിട്ട് അറിയാം അവർക്ക്. അപ്പം അങ്ങനെ ഹാപ്പി ആയിരുന്നു. പിന്നെ അവളുടെ വീട്ടിലെ റിയാക്ഷൻ എനിക്കറിയില്ല. അവൾ പറഞ്ഞത് വെച്ച് അവരും ഓക്കെ ആയിരുന്നു. അവളുടെ അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവൻ ഓൾറെഡി എൻ്റെ ഒരു ബ്രദറാണ്. സോ അതിപ്പം ബ്രദർ ഇൻ ലോ ആയാലും എനിക്ക് ആ ഒരു ഇമോഷൻ സെയിം. ഞങ്ങൾ മോസ്റ്റ് വെയിറ്റഡ് ആണ് ഈ ഒരു വെഡിങ്ങിന് വേണ്ടിയിട്ട്. അവരുടെ ഒരു ഡ്രീം വെഡിങ് പോലെ നമ്മുടെ ഒരു ഡ്രീം വെഡിങ് തന്നെയാണ് ഇത്. കാര്യം എല്ലാവരും മാതിരിയും അടിയാണ് ബഹളാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അവളില്ലെങ്കിൽ പറ്റൂല. ലൈക്ക് എൻ്റെ മോളെ മാതിരിയാണ് അവള്. വിഷ്ണു അഞ്ജുവും അവരുടെ ലൈഫ് പാർട്ട്ണറെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം കണ്ടെത്തിയതാണ്. പിന്നീട് അവർ രണ്ട് ഫാമിലിയിൽ അവതരിപ്പിക്കുകയും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അവളിലെല്ലാം എനിക്കിഷ്ടമാണ്. എല്ലാം അവളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. തെറ്റ് കണ്ടാൽ എന്താണ് തെറ്റെന്ന് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാം എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു കാര്യം മാത്രമായിട്ടില്ല. നോ പറയാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടില്ല. ലൈക്ക് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചെക്ക് ലിസ്റ്റും ടിക് 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 ആയിരുന്നു. അപ്പോൾ പിന്നെ അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല.
ആസ് എ ഹസ്ബൻഡ് ഞാൻ പ്രോമിസ് കൊടുക്കുക ഐ ബി ദർ ഫോർ എവർ. എന്തിനും കൂടെ ഉണ്ടാവും, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഇപ്പോഴും കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പ്രോമിസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശല്യം പോയേ രണ്ടുപേരും നല്ല വൈബ്രന്റ് കപ്പിൾസ് ആണ്. അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ. എല്ലാം നിനക്ക് വേണ്ടത് എല്ലാം നിനക്ക് കിട്ടട്ടെ. എനിത്തിങ് ദാറ്റ് യു വിഷ് ഫോർ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. എനിക്ക് സംബന്ധിച്ചിടത്തോളം അവള് എൻ്റെ കൂടെയാണ് വരാൻ പോകുന്നത്. സോ ഷീ ഈസ് ഗോണ ബി വിത്ത് മീ ഫോർ എവർ. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.